ഇളയ ദളപതി എന്ന വിജയ്. ഇന്ന് രാഷ്ട്രീയ വേദിയിൽ നിൽക്കുന്ന ഈ മനുഷ്യൻ ഒരു ദിവസം കൊണ്ട് പിറന്ന നേതാവല്ല. ജോസഫ് വിജയ് എന്നും நான் சட்டப்படி அமைக்கப்பட்ட இந்திய அரசியல் அமைப்பின்பால் தமிழ்நாட்டு அரசின் முதலமைச்சராக. നമസ്കാരം. ഒരു വിദ്യാർത്ഥിനിയുടെ കണ്ണീരിൽ നിന്നാണ് ചിലപ്പോൾ ഒരു വിപ്ലവം ജന്മം കൊള്ളുന്നത്. തമിഴ്നാട് മുഴുവൻ ഒരിക്കലൊരു പെൺകുട്ടിക്ക് വേണ്ടി കണ്ണുനീരുതിർത്തു. അവൾ അനിത. ഒരു സാധാരണ ഗ്രാമത്തിലെ പെൺകുട്ടിയായിരുന്നു അവൾ. டாக்டர் ஆகணும்ன்ற സ്വപ്നം തന്നെ നെഞ്ചോട് ചേർത്ത് വെച്ചവൾ. நான் 10th 12th நிறைய மார்க் எடுத்தேன். எங்க அப்பா திருச்சியில மூட்டை தூக்கி தான் எங்களை படிக்க வச்சாரு. ரொம்ப கஷ்டப்படுற ஃபேமிலி தான். எனக்கு MBBS படிக்கணும்னு கனவு. ஆனா இந்த நீட் எக்ஸாம்னு ஒன்று வந்ததுனால என்னால படிக்க முடியல. എന്നാൽ പ്ലസ് 2 പരീക്ഷയിൽ 98% മാർക്ക് ഉണ്ടായിരുന്നിട്ട് പോലും നീറ്റ് എന്ന പരീക്ഷയ്ക്ക് മുൻപിൽ അവളുടെ സ്വപ്നങ്ങളുടെ ചിറകൊടിഞ്ഞു. നഗരങ്ങളിലെ കോച്ചിംഗ് സംസ്കാരം, സാമ്പത്തികമായി ഉയർന്നവർ, അതുപോലെ ഇംഗ്ലീഷ് മേൽക്കോയ്മയുള്ളവർ, ഇവർക്ക് മാത്രം വശപ്പെട്ടു നിന്ന സിസ്റ്റത്തിന് മുന്നിൽ ഒരുപക്ഷെ അവൾ ഭയന്നു പോയിരിക്കാം. പകച്ചുപോയ അവൾ ആത്മഹത്യ ചെയ്തു. അന്ന് തമിഴ്നാടിന് നഷ്ടപ്പെട്ടത് ആ ഒരു പെൺകുട്ടിയെ മാത്രമായിരുന്നില്ല, മറിച്ച് സാധാരണക്കാരുടെ ശബ്ദം കൂടിയായിരുന്നു. സാധാരണക്കാരുടെ ശബ്ദം കേൾക്കുവാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും എന്നുള്ള വിശ്വാസം കൂടിയായിരുന്നു. ഈ സംഭവത്തോടുകൂടി ആ ദിവസം ഒരു നേതാവ് അവിടെ ജന്മം കൊണ്ടു. മറ്റാരുമല്ല, ഇളയ ദളപതി എന്ന വിജയ്. 234 തൊகுതിയിലെയും ഇന്ന് രാഷ്ട്രീയ വേദിയിൽ നിൽക്കുന്ന ഈ മനുഷ്യൻ ഒരു ദിവസം കൊണ്ട് പിറന്ന നേതാവല്ല. ഇന്ന് അദ്ദേഹം നേടിയിട്ടുള്ള വിജയം, ഈ രാഷ്ട്രീയ വിജയം കേവലം 2 വർഷത്തെ പ്രയത്നവുമല്ല, മറിച്ച് പതിറ്റാണ്ടുകളായുള്ള പരിശ്രമമാണ്. ഒരു സിനിമാ കുടുംബത്തിലാണ് വിജയ് ജനിച്ചത്. അച്ഛൻ ചന്ദ്രശേഖർ ഒരു സംവിധായകനായിരുന്നു. അമ്മ ശോഭ ചന്ദ്രശേഖർ എഴുത്തുകാരിയും ഗായികയുമായിരുന്നു. എന്നാൽ ഇളയ സഹോദരിയുടെ മരണത്തോടുകൂടി മകനെ എങ്ങനെയെങ്കിലും ഡോക്ടറാക്കണം എന്ന് വാശി പിടിച്ചിരുന്ന അച്ഛനോട്, അച്ഛാ, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടണമെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ആകണമെങ്കിൽ എനിക്ക് സിനിമ കൂടിയേ തീരൂ എന്ന് മറുപടി പറഞ്ഞ മകൻ വിജയ്. തുടക്കകാല സിനിമകളിൽ അദ്ദേഹത്തെ പലരും പരിഹസിച്ചു. എന്നാൽ വിജയ് തന്റെ ശക്തിയെ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു. ആദ്യം റൊമാൻസ്, പിന്നീട് ആക്ഷൻ, അതിനുശേഷം മാസ് റിലേറ്റബിലിറ്റി. അങ്ങനെ ജനങ്ങളുടെ സ്വന്തം ഇളയ ദളപതിയായി വിജയ് ഉയർന്നു. ഇന്ന് നമ്മൾ കാണുന്ന അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം അത് ഒരു ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ ഉണ്ടാക്കിയെടുത്തൊന്നല്ല, ജന്മനാ കിട്ടിയതുമല്ല, മറിച്ച് വർഷങ്ങളുടെ പ്രയത്നം കൊണ്ട്, നിശബ്ദ പോരാട്ടം കൊണ്ട് ഒരു യുവാവ് നേടിയെടുത്ത സമ്പത്ത് തന്നെയാണ്. തമിഴ് സിനിമയിലെ സൂപ്പർ സ്റ്റാറുകൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് പുത്തരിയല്ല. MGR വന്നു, ജയലളിത വന്നു. ഇവർക്കൊക്കെ സിനിമ രാഷ്ട്രീയത്തിലേക്ക് എത്തുവാൻ, അല്ലെങ്കിൽ ജനഹൃദയങ്ങളിലേക്ക് എത്തുവാനുള്ള ശക്തമായ മാർഗമായിരുന്നു. എന്നാൽ വിജയ് സ്വീകരിച്ചത് മറ്റൊരു വഴിയാണ്. അദ്ദേഹത്തിന്റെ സിനിമ എന്നത് രാഷ്ട്രീയത്തിന്റെ ഭാഷയായിരുന്നു. മെർസൽ, സർക്കാർ, കത്തി മുതലായ സിനിമകൾ വെറും സിനിമകളായിരുന്നില്ല, മറിച്ച് അഴിമതി, സ്ത്രീകളുടെ സുരക്ഷ, കർഷകരുടെ വേദന, യുവാക്കളുടെ ഉന്നമനം, സിസ്റ്റത്തിന്റെ അനീതി, ഇതൊക്കെയാണ് വിജയുടെ സിനിമകളുടെ സ്ഥിരം പ്രമേയങ്ങൾ. ഉരുവാകുறதுக்கு 10 മാസം, ഒരു പട്ടധാരി ഉരുവാകുறதுக்கு 3 വർഷം, ഒരു എഞ്ചിനീയറോ ഡോക്ടറോ ഉരുവാകുறதுக்கு 4-5 വർഷം. ஆனா ஒரு தலைவன் உருவாகிறதுக்கு ஒரு யுகமே தேவைப்படுது. அவ்வளவு பணம் இருக்கா? സാധാരണക്കാരുടെ വേദനകൾ, ജനഹൃദയത്തിന്റെ വേദനകൾ ഒരു മാസ് ഹീറോയുടെ ഡയലോഗുകളായി മാറി. ആ ഡയലോഗുകൾ പിന്നീട് രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളായി മാറി. അതോടെ ജനങ്ങൾ അദ്ദേഹത്തെ ഒരു നടനായി കാണുന്നത് നിർത്തി, മറിച്ച് നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളായി വിജയ് മാറി. ഇന്ന് പലരും പറയും കേവലം 2 വർഷം കൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് എത്തിയ വിജയ് എന്ന്. എന്നാൽ ഇത് ഒരിക്കലും ഒരു ഓവർനൈറ്റ് സക്സസ് ആയിരുന്നില്ല. 2009 മുതൽ വിജയ് മക്കൾ ഇയക്കം എന്ന ഫാൻസ് ക്ലബ്ബ് വഴി അവർ നടത്തിയ സാമൂഹ്യ പ്രവർത്തനങ്ങൾ, രക്തദാന ക്യാമ്പുകൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കും യുവാക്കൾക്കും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, ഇങ്ങനെ ജനങ്ങളുമായി അവർ നേരിട്ടൊരു ബന്ധമുണ്ടാക്കിയെടുത്തു. ഇതൊരു രാഷ്ട്രീയ അടിത്തറയായി മാറി. 2021 ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന പോലെ തന്റെ ഫാൻസിനെ അവർ പോലും അറിയാതെ പൊളിറ്റീഷ്യൻസ് ആക്കി മാറ്റിക്കൊണ്ട് 169-ൽ 115 സീറ്റ് വിജയിക്കണമെങ്കിൽ ഇത് വിരൽ ചൂണ്ടുന്നത് വിജയ് എന്ന രാഷ്ട്രീയ നേതാവിന്റെ ദീർഘവീക്ഷണത്തിലേക്ക് തന്നെയാണ്. ശാന്തനായ, ക്യാമറയ്ക്ക് മുന്നിൽ പോലും പലപ്പോഴും ഇൻട്രവേർട്ട് എന്ന് തോന്നിപ്പിച്ചിരുന്ന ഒരു മനുഷ്യൻ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകളുടെ മുൻപിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയായി നാനിനും സി ജോസഫ് വിജയ് എന്നുറക്കെ പറയുമ്പോൾ ഓരോ തമിഴനും മലയാളിയും രോമാഞ്ചത്തോടെ അഭിമാനം കൊള്ളുന്നു. ഇതാണ് ട്രാൻസ്ഫർമേഷൻ, ഇതാണ് പർപ്പസ്. തന്റെ കരിയറിന്റെ പീക്കിൽ നിൽക്കുന്ന സമയത്താണ് என்னோட கேரியரின் உச்சத்தை உதறிட்டு, அந்த ஊதியத்தை உதறிட்டு, உங்க விஜயா உங்களை மட்டுமே நம்பி வந்திருக்கேன்.
അതായത് ധാരാളം സിനിമകൾ ഉണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി തിരിച്ചത്. ഇതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ അദ്ദേഹത്തിലേക്ക് വല്ലാതെ അങ്ങ് അടുത്തത്. ഒരു മനുഷ്യന് വ്യക്തമായൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അവൻ തന്റെ ഓരോ ചുവടുകളും അതിനായി വിനിയോഗിച്ചിരിക്കും. വിജയ് തന്റെ സിനിമകളെ ഉപയോഗിച്ചു, തന്റെ ഡയലോഗുകളെ ഉപയോഗിച്ചു, തന്റെ ഫാൻസ് ക്ലബുകളെ ഉപയോഗിച്ചു, തന്റെ ഇമേജിനെ ഉപയോഗിച്ചു. എന്നാൽ ഒടുവിൽ രാഷ്ട്രീയത്തിൽ വിജയിക്കുവാൻ അദ്ദേഹത്തെ സഹായിച്ചത് ഇതൊന്നുമായിരുന്നില്ല, മറിച്ച് ജനങ്ങൾക്ക് അദ്ദേഹത്തിനുള്ള വിശ്വാസമായിരുന്നു. ഇന്ന് തമിഴക വെട്രിക്കഴകം TVK എന്ന് പറയുന്നത് കേവലം ഒരു പാർട്ടിയല്ല, മറിച്ചൊരു സന്ദേശമാണ്. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്നതല്ല പ്രധാനം, മറിച്ച് നിങ്ങൾ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നതാണ് ചരിത്രത്തെ തിരുത്തി കുറിക്കുന്നത്. സൈമൺ സൈനക് മോഡൽ പറയുന്നത് പോലെ, ഇഫ് യുവർ വൈ ഈസ് സ്ട്രോങ് എവറിത്തിങ് വിൽ ഫോൾ ഇൻ ടു പ്ലേസ്. ജനങ്ങൾ വിശ്വസിച്ചത് വിജയ് എന്ന വ്യക്തിയെയല്ല, അദ്ദേഹത്തിന്റെ വിശ്വാസങ്ങളെയാണ്. പീപ്പിൾ ഹൂ ഫോളോഡ് ഹിം ബിലീവ്ഡ് ഇൻ വാട്ട് ഹി ബിലീവ്ഡ്. അതായത് വിജയ് എന്തിനെയാണോ വിശ്വസിച്ചിരുന്നത് അതിൽ വിശ്വസിച്ചവർ അദ്ദേഹത്തെ പിന്തുടർന്നു. ഒരു മനുഷ്യൻ മാറിയാൽ അവന് തന്റെ വീടിനെ മാറ്റാൻ കഴിയും, എന്നാൽ ഒരു നേതാവ് മാറിയാൽ അവൻ ആ സമൂഹത്തെ മുഴുവനും മാറ്റുവാൻ സാധിക്കും. വ്യക്തമായ ലക്ഷ്യബോധവും കാഴ്ചപ്പാടുകളും ആത്മവിശ്വാസവും ഉള്ള ഒരു മനുഷ്യന്, ഒരു നേതാവിന് ഒരു സംസ്ഥാനത്തിന്റെ ഭാവിയെ തന്നെ നിർണ്ണയിക്കുവാൻ സാധിക്കും. നമ്മൾ ഇന്ന് കാണുന്നത് വിജയമാണ്, എന്നാൽ ഇന്ന് നമ്മൾ കാണാതെ പോകുന്നത് വർഷങ്ങളായുള്ള പരിശ്രമവും കാത്തിരിപ്പും വേദനയും ക്ഷമയും സ്വപ്നവുമെല്ലാമാണ്. ഓർക്കണം, ഓവർനൈറ്റ് സക്സസ് എന്നൊന്നില്ല. ജനങ്ങൾ ഒരു രാത്രിയിൽ കാണുന്നത് പല വർഷങ്ങളായി ഇരുട്ടിൽ നടന്ന പരിശ്രമത്തിന്റെ വെളിച്ചം മാത്രമാണ്. ആൽക്കമിസ്റ്റിൽ പറയുന്നത് പോലെ, നിങ്ങളുടെ ലക്ഷ്യം ഉറച്ചതാണെങ്കിൽ പ്രപഞ്ചം മുഴുവനും ആ ലക്ഷ്യം നേടിത്തരുവാനായി നിങ്ങളോടൊപ്പം നിൽക്കും എന്ന് നമ്മളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ച വിജയ് എന്ന മനുഷ്യന് മുന്നിൽ, ആ നേതാവിന് മുന്നിൽ സല്യൂട്ട്. നന്ദി.